ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 25 ജനുവരി 2024. നമുക്ക് മെയിൻ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഇന്ത്യസ് പ്രോബ്ലം ഡിഫറെന്റ് ഡ്രഗ്സ് ഐഡന്റിക്കൽ ബ്രാൻഡ് നെയിംസ്. ഇത് GS2 ഹെൽത്ത് ഇറ്റ്സ് ഇമ്പാക്ട്സ് ഓൺ അല്ലെങ്കിൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഒരു ടോപ്പിക്കാണ് GS2. അതായത് ഹെൽത്തിനെ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പാക്ട്സിനെ പറ്റി ഒരു ടോപ്പിക് ഉണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ദ ആർട്ടിക്കിൾ ഹൈലൈറ്റ്സ് ദ പെർസിസ്റ്റന്റ് ഇഷ്യൂ ഇൻ ഇന്ത്യ ഓഫ് ഡിഫറെന്റ് ഡ്രഗ്സ് ഹാവിംഗ് ഐഡന്റിക്കൽ ബ്രാൻഡ് നെയിംസ്. അതായത് ഒരേ ടൈപ്പ് ബ്രാൻഡ് നെയിംസ് പല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ലീഡിംഗ് ടു പൊട്ടൻഷ്യൽ കൺഫ്യൂഷൻ ആൻഡ് സീരിയസ് കോൺസിക്വൻസസ് ഫോർ പേഷ്യൻസ്. ഇറ്റ് സൈറ്റ്സ് എക്സാമ്പിൾസ് ലൈക്ക് ലിനാമാക്. ഒരു ഉദാഹരണം കൊടുത്തേക്കാം, ലിനാമാക് എന്ന് പറഞ്ഞ ഒരു ഡ്രഗിനെ പറ്റി. അത് ക്യാൻസർ പേഷ്യൻസും ഡയബറ്റീസ് പേഷ്യൻസും ഒരേപോലെ യൂസ് ചെയ്യും. അപ്പം ഇതേ സെയിം ബ്രാൻഡ് നെയിം ആകുമ്പോഴത്തേനും കൺഫ്യൂഷൻസ് ഉണ്ടാകും പേഷ്യൻസിനിടയിൽ. ദ പ്രോബ്ലം എക്സ്റ്റെൻസ് ടു സിമിലർ സൗണ്ടിങ് നെയിംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ്. അത് എന്തിലേക്ക് നയിക്കും? പ്രിസ്ക്രിപ്ഷൻ എറേഴ്സിലേക്ക് നയിക്കും. ഡെസ്പൈറ്റ് ഏർലിയർ റെക്കമെൻഡേഷൻസ് ഫ്രം ദ സുപ്രീം കോർട്ട് ആൻഡ് പാർലമെന്ററി കമ്മിറ്റീസ്, ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അറ്റംപ്റ്റ് ടു address the issue through self-certification by pharmaceutical companies are deemed ineffective. കുറെ കാര്യങ്ങൾ റെഗുലേഷൻസിന് വേണ്ടി കുറെ പാർലമെന്ററി കമ്മിറ്റീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിരുന്നു. അതുപോലെ സുപ്രീം കോർട്ടിന്റെ പല റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റിൽ ഈ കാര്യങ്ങൾ ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. സെൽഫ് സർട്ടിഫിക്കേഷൻ ബൈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. ദ ലാക്ക് ഓഫ് എ കോംപ്രിഹെൻസീവ് ഡാറ്റാബേസ് ആൻഡ് പൊളിറ്റിക്കൽ വിൽ ഫർദർ ഹിൻഡേഴ്സ് റിഫോം എഫേർട്സ് ടു പ്രിവെന്റ് കൺഫ്യൂഷൻ ആൻഡ് ഇംപ്രൂവ് ഡ്രഗ് റെഗുലേഷൻ ഇൻ ഇന്ത്യ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: ലാക്ക് ഓഫ് കോംപ്രിഹെൻസീവ് ഡാറ്റാബേസ് ആൻഡ് പൊളിറ്റിക്കൽ വിൽ. ഇത് രണ്ടും ഇല്ലാത്രത്തോളം കാലം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ നേരെയാവാൻ വേണ്ടി. അപ്പം നമുക്ക് എന്താ വേണ്ട? ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആദ്യം വേണം, പിന്നെ അതുപോലെ ഇതൊക്കെ നടത്താനുള്ള പൊളിറ്റിക്കൽ വില്ല് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ ഡ്രഗ് റെഗുലേഷനിൽ ഒരു റിഫോംസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ വെർഡിക്റ്റ് പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം GS2 കേസസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ കാഡില ഹെൽത്ത് കെയർ വേഴ്സസ് കാഡില ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. അതായത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2001 ആൻഡ് ദ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻ ഇറ്റ്സ് 59th റിപ്പോർട്ട്. 2012 ഇറക്കിയ 59th റിപ്പോർട്ടിൽ എന്ത് പറയുന്നുണ്ടായിരുന്നു? അറസ്റ്റ് ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ടു പുട്ട് ഇൻ പ്ലേസ് പ്രോസസ്സസ് ടു പ്രിവെന്റ് ദ യൂസ് ഓഫ് നെയിംസ് ഫോർ ഡ്രഗ്സ് ദാറ്റ് ആർ കൺഫ്യൂസിംഗ്ലി സിമിലർ ആയിട്ടുള്ള ഡ്രഗ് നെയിംസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഈ ഈ കേസ് ലോസിൽ എന്തിലാ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ ഡാറ്റ ഇൻ ഇന്ത്യ. ആസ് എ കൺട്രി, ഇന്ത്യ ഹാസ് നോ ഡാറ്റ ഓൺ പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രിസ്ക്രിപ്ഷൻ എറേഴ്സിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതൊരു പുതിയ ഹെൽത്ത് ചലഞ്ച് ആയിട്ട് നിങ്ങൾ കാണണം. അപ്പം നമുക്ക് എക്സ്ട്രാ വാല്യൂ അഡീഷൻസ് കൊടുക്കാം നമ്മുടെ ആൻസേഴ്സിൽ. ആൻഡ് ഫോർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ദ ആബ്സെൻസ് ഓഫ് ഡാറ്റ ഈസ് ദ ആബ്സെൻസ് ഓഫ് എ പ്രോബ്ലം. Once the Ministry of Health accepts that there is a problem, it can start the reform process by replicating mechanisms such as those that exist in the US and Europe. നമുക്ക് ഇതൊരു പ്രോബ്ലം ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് റിഫോം പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പല രാജ്യങ്ങളിലെ പോലെ നമുക്ക് അവിടുത്തെ മെക്കാനിസംസ് ഒക്കെ ഇന്ത്യയിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം. ബോത്ത് ജൂറിസ്ഡിക്ഷൻസ് ഹാവ് സ്പെസിഫിക് ഡിവിഷൻസ് വിത്തിൻ ദർ ഡ്രഗ് റെഗുലേറ്റേഴ്സ് ടു എക്സാമിൻ ദ നെയിംസ് ഓഫ് drugs on a number of factors to avoid confusion in order to minimize prescription errors. അവിടെയൊക്കെ കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാം. അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, പ്രൊവൈഡിങ് ക്ലീൻ വാട്ടർ ടു ഓൾ. ഇത് നമുക്ക് GS3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാർട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡാറ്റ ഉള്ള ആർട്ടിക്കിൾ ആയിരുന്നു. ദ ആർട്ടിക്കിൾ ഡിസ്കസസ് ദ സക്സസ് ഓഫ് ഇന്ത്യസ് ജൽ ജീവൻ മിഷൻ launched in 2019, which has provided tap water to 73% of rural households, for 40 crore households. ഇത് നമുക്ക് ഡാറ്റാസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ആൻസറുകൾ 2019 ലോഞ്ച് ചെയ്തതാണ് ജൽ ജീവൻ മിഷൻ. അത് ആർക്ക് എത്ര 73% റൂറൽ ഹൗസ് ടാപ്പ് വാട്ടർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തു, ബെനിഫിറ്റിംഗ് ഓവർ 14 crore households. The mission addresses diverse challenges using different approaches such as insulated pipes in hilly regions and community water purification plants. Studies highlight the positive impact on health with potential reduction in infant deaths, economic savings. The mission also emphasizes community development involving women, empowering youth, and creating local water enterprises. Transparency and efficiency are maintained through real-time updates on a dashboard ആൻഡ് കണ്ടിന്യൂസ് വാട്ടർ ക്വാളിറ്റി മോണിറ്ററിങ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അവർ ജസ്റ്റ് ഇമ്പാക്ട്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു? ഇൻഫന്റ് ഡെത്ത്സ് കുറയ്ക്കാൻ പറ്റും, എക്കണോമിക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ആരെയൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, വിമന്, അതുപോലെ
പിന്നെ കൂടുതലായിട്ട് യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എംപവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ എന്താ വേണ്ടത്, ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി ആണ് നമ്മുടെ ഈ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗിൽ ഏറ്റവും ആവശ്യമുള്ളത്. ദ ഫോക്കസ് ഈസ് ഓൺ അച്ചീവിംഗ് യൂണിവേഴ്സൽ ആക്സസ് ടു ക്ലീൻ വാട്ടർ ആൻഡ് എൻഷുറിംഗ് സസ്റ്റൈനബിലിറ്റി. ഒബ്ജക്റ്റീവ് എന്തായിരുന്നു ജൽജീവൻ മിഷന്റെ? ആക്സസ് ടു സേഫ് ആൻഡ് അഡക്വേറ്റ് ഡ്രിങ്കിംഗ് വാട്ടർ ത്രൂ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് ബൈ 2024. കവറേജ് ആരെയൊക്കെയാണ്? എയിമിംഗ് ടു കവർ ഓൾ ഹൗസ് ഹോൾഡ്സ് ഇൻ വില്ലേജസ് വിത്ത് ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ്. ഇംപ്ലിമെന്റേഷൻ ഇതൊരു സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ്. ഇംപ്ലിമെന്റേഷൻ ഇൻവോൾവ്സ് കൊളാബറേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത് സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൂടെ കൊളാബറേഷനോട് കൂടിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫണ്ടിങ് എവിടെ നിന്നാണ്? ദ മിഷൻ റിസീവ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. നമ്മൾ പറഞ്ഞത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. പ്രയോറിറ്റി ഏരിയസ് എന്താണ്? വാട്ടർ സ്കേഴ്സ് ആൻഡ് അഫക്റ്റഡ് ഏരിയാസിന്, വാട്ടർ ക്വാളിറ്റി അഫക്റ്റഡ് ഏരിയാസിന്, പിന്നെ അതുപോലെ വിത്ത് ആൻ എംഫസിസ് ഓൺ മാർജിനലൈസ്ഡ് ആൻഡ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്. ഇത് രണ്ടുമാണ് ഇതിന്റെ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, സെന്റർ റിലീസസ് 3 ഡ്രഗ് റെജിമെൻ ഫോർ ട്രീറ്റിംഗ് ലെപ്രസി. ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് ലെപ്രസിയെ പറ്റി പറയുന്നുണ്ട്. ഇത് നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാം, അതുപോലെ മെയിൻസിനകത്ത് സയൻസ് ആർട്ടിക്കും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. മെയിൻ ആയിട്ട് എന്താണ് നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ കുറച്ച് ടേക്ക് അവേസ് ഉണ്ട്, നമുക്ക് നോക്കാം. ദ ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് അപ്രൂവ്ഡ് എ ന്യൂ 3 ഡ്രഗ് റെജിമെൻ ഫോർ ട്രീറ്റിംഗ് ലെപ്രസി എയിമിംഗ് ടു ഹൾ ട്രാൻസ്മിഷൻ അറ്റ് ദ സബ് നാഷണൽ ലെവൽ ബൈ 2027. 2027 ട്രാൻസ്മിഷൻ ഹോൾഡ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ ഈ 3 ഡ്രഗ് റെജിമെൻ വെച്ചിട്ട് പറയുന്നത്. നമ്മളോട് ഇങ്ങനെ ആയിരിക്കും പ്രിലിംസ് ചോദിക്കുന്നത്, 3 ഡ്രഗ് റെജിമെൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രീറ്റിംഗ് ലെപ്രസി. This decision follows global scientific research, and the World Health Organization will supply the revised drug regimen from April 1, 2025. The treatment will replace the existing 2-drug medication for Pauci bacillary cases. The WHO recommended 3-drug regimen consists of Dapsone, Rifampicin, and Clofazimine. ഇതിന് നോൺ ആസ് മൾട്ടി ഡ്രഗ് തെറാപ്പി. നമ്മൾ ഇതിനകത്ത് 2 ടേംസ് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് 3 ഡ്രഗ് റെജിമെൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലെപ്രസി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഇയർ 2027 ഓടുകൂടി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന്റെ ട്രാൻസ്മിഷൻ. മൂന്നാമതായിട്ട് ഇതിനെ എന്താണ് വിളിക്കുന്നത്? മൾട്ടി ഡ്രഗ് തെറാപ്പി. ഈ 3 എണ്ണത്തിന്റെയും കൂടെ ഒരു ഡ്രഗ് റെജിമെൻ ആണ് നമ്മളിപ്പം പഠിച്ച ഈ ലെപ്രസിയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്നത്. വിത്ത് 6 month ഡ്യൂറേഷൻ ഫോർ പൗസി bacillary cases. Healthcare experts